1924 ജനുവരി മാസം 16-ാം തീയതി, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ജനുവരി 17-ാം തീയതി പുലർച്ചെ ആണ് കുമാരനാശാൻ പല്ലനയാറ്റിൽ ബോട്ട് മുങ്ങി മരിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ട് 100 വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ കുമാരനാശാൻ്റെ കാവ്യ സംഭാവനകൾ പുനർവായിക്കുക എന്നത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു കടമയാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ആചരണ പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. കാരണം കുമാരനാശാൻ മലയാള കാവ്യ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന ആ കാലഘട്ടം, ആ സമയത്ത് നമുക്കറിയാം കവിത അങ്ങനെ വളർന്നിട്ട് അല്ലെങ്കിൽ വികസിച്ചിട്ടുണ്ടായിരുന്ന ഒരു സന്ദർഭമല്ല, ഒരു കാലഘട്ടമല്ല. കവിതകൾ എഴുതപ്പെട്ടുകൊണ്ടിരുന്ന നമുക്കറിയാം വെൺമണി പ്രസ്ഥാനം വളരെ ശക്തമായി നിലനിൽക്കുന്ന സന്ദർഭമാണ്. സ്ത്രീകളുടെ അംഗലാവണ്യം വർണ്ണിച്ചുകൊണ്ട് വെടി പറഞ്ഞിരിക്കുന്ന ആളുകളുടെ കവിതയാണ് അന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അതിന് മോശപ്പെട്ട കാര്യമായിട്ട് ആരും കണക്കാക്കിയിരുന്നില്ല. കാരണം സമൂഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ അംഗലാവണ്യം വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ രചിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, അത് ഒറ്റപ്പെട്ട വ്യക്തികളല്ല, ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ള കവിതകൾ രചിക്കുകയും അത് കൂട്ടമായി ഇരുന്ന് ചൊല്ലി ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കുമാരനാശാൻ 1907 വീണപ്പൂവ് എന്ന വിഖ്യാതമായിട്ടുള്ള കൃതിയുമായിട്ട് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം 1889 ഒ ചന്തുമേനോൻ ഇന്ദുലേഖ എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഒരു നോവൽ എഴുതുകയുണ്ടായി. അത് മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയൊരു ചിന്താഗതി, അതിന് തുടക്കം കുറിച്ച കൃതിയാണ്. അദ്ദേഹം ആ കൃതിയിൽ പറയുന്നുണ്ട്, ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് രസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്തുമേനോൻ ഇന്ദുലേഖ അവതരിപ്പിക്കുന്നത്. ഇന്ദുലേഖയിൽ നമുക്കറിയാം എന്താണ് പറയുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം, പെൺകുട്ടികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അന്ന് നിലനിന്നിരുന്ന സദാചാര സങ്കല്പത്തിന് വിരുദ്ധമായി ഒരു നമ്പൂതിരി ഒരു നായർ പെൺകുട്ടിയെ ആഗ്രഹിച്ചാൽ ആ നമ്പൂതിരിയുടെ കൂടെ ആ നായർ പെൺകുട്ടി പോയിരിക്കണം എന്നത് അലിഖിതമായ നിയമമാണ്. ആ നിയമത്തെ ഇന്ദുലേഖ വെല്ലുവിളിക്കുക. കാരണം അവൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ യൂറോപ്യൻ ചിന്താഗതി ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ തീരുമാനിക്കുകയാണ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നിശ്ചയിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം തുടക്കം കുറിക്കപ്പെട്ട ആ കാലഘട്ടത്തിന് ശേഷമാണ് കുമാരനാശാൻ 1907 വീണപ്പൂവുമായിട്ട് വരുന്നത്. മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട്, സാധാരണ മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സാഹിത്യരചന നടത്തുന്നതിന് തുടക്കം കുറിക്കപ്പെട്ടു. അതിനു മുമ്പ് സാഹിത്യരചന എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ റാണിമാരുടെ അല്ലെങ്കിൽ പടനായകന്മാരുടെ വീര കഥകളാണ്. അതിനു പകരം മനുഷ്യ ജീവിതത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളെ, അതിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം മലയാള സാഹിത്യത്തിൽ ആദ്യമായി ആരംഭിക്കുക. അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. മനുഷ്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു സാഹിത്യ രചനാ രീതി കുമാരനാശാൻ വീണപ്പൂവിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നു.
ആ കവിതയിൽ അദ്ദേഹം പറയുന്നു, ഒരു പുഷ്പം വിടർന്നു നിൽക്കുന്നു. ആ പുഷ്പം അവസാനം വിടർന്ന് പരിലസിച്ച് നിന്നിരുന്ന ഒരു പൂവ് വാടിക്കരിഞ്ഞ് മണ്ണോട് ചേരുന്നതാണ് ആ കവിത. അത് മനുഷ്യ ജീവിതവുമായിട്ട് എത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് ആ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഹായിൽ തുടങ്ങുന്ന, പക്ഷെ അവസാനിക്കുന്നത് കഷ്ടം എന്ന വാക്കിലാണ് അവസാനിക്കുന്നത്. ഈ പൂവിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, വൈരാഗ്യമേറിയ ഒരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്ക് മുൻപുഴറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിന നിന്റെ മുന്നിൽ ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. വൈരാഗ്യമേറിയൊരു വൈദികൻ, ഒരു സന്യാസിയാവട്ടെ, ഏറ്റ വൈരിക്ക് മുൻപുഴറിയോടിയ ഭീരുവാട്ടെ, ശത്രുവിൻ്റെ മുന്നിൽ തോറ്റോടിയ ഒരു ഭീരുവാട്ടെ, ആരാണെങ്കിലും നേരെ വിടർന്നു വിലസീടിന നിന്റെ മുന്നിൽ ആരാകിലെന്ത് മിഴിയുള്ളവർ, കണ്ണുള്ള ആളുകൾ നിന്റെ മുന്നിൽ നിന്റെ ഈ സൗന്ദര്യം കണ്ട് നോക്കി നിൽക്കും എന്ന് പറയുകയാണ്. പക്ഷെ അവസാനത്തെ വരികൾ പറയുന്നു, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു, മണ്ണാകുമീ മലരു വിസ്മൃതമാകും ഇപ്പോൾ. സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു, മണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ. സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന വരികളിലാണ് അവസാനിക്കുന്നത്. അതിലുടനീളം ആശാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരു കാവ്യ പാരമ്പര്യത്തിന്, സാധാരണ മനുഷ്യൻ്റെ ജീവിത സംഘർഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കാവ്യ പാരമ്പര്യത്തിന്, ഒരു കാൽപ്പനികത പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാനായ കവിയായിരുന്നു കുമാരനാശാൻ. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു, ഇവിടെ മാഷ് പറഞ്ഞു, 1888 അരുവിപ്പുറത്ത് ശങ്കരൻകുഴിയിൽ നിന്ന് ഒരു പാറയെടുത്ത്, ഒരു കല്ലെടുത്ത് പാറപ്പുറത്ത് വെച്ചു. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്, ശിവരാത്രിയുടെ ദിവസം ഈ ശങ്കരൻകുഴിയിൽ ഇറങ്ങി ശ്രീനാരായണ ഗുരു നിൽക്കുകയാണ്. ഭക്തർ ചുറ്റിനും കൂടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. കുറേ മണിക്കൂറുകൾ അങ്ങനെ നിന്നതിന് ശേഷം അദ്ദേഹം ആ ശങ്കരൻകുഴിയിലേക്ക് മുങ്ങിയിട്ട് ഏകദേശം ശിവലിംഗത്തോട് സാദൃശ്യമുള്ള ഒരു ശിലാഖണ്ഡമെടുത്ത് പാറപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അവിടെ ഒരു ബോർഡ് വെപ്പിച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതി മാത്രമുണ്ടായിരുന്ന ഒരു സമൂഹം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, അദ്ദേഹം ഒരു ഹിന്ദുമത സന്യാസിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു ഭ്രാന്താലയം, മലബാറിലെ പോലെ ഇത്രയൊരു ഭ്രാന്താലയം, അത് കേരളത്തെ ആകമാനം ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഇതുപോലെ ഒരു ഭ്രാന്താലയം ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ജാതി ഭ്രാന്തന്മാർ തമ്മിലടിച്ചു കൊണ്ടിരുന്ന ഒരു കേരളം, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, തൊട്ടുകൂടാ തീണ്ടിക്കൂടാ, നേരിട്ട് കണ്ടാൽ ദോഷം. നമുക്കറിയാം, കേരളത്തിൽ നമ്പൂതിരി മുതൽ നായാടി വരെ ഉള്ള ജാതികളുണ്ട്. ഈ നായാടി എന്ന് പറയുന്നത് ജാതി ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള വിഭാഗമാണ്. നായാടി എങ്ങനെ ജീവിക്കണം, നായാടി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മനുസ്മൃതിയുടെ കേരള പതിപ്പായിട്ടുള്ള ശാങ്കര സ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശാങ്കര സ്മൃതിയായിരുന്നു തിരുവിതാംകൂറിലെ നിയമം. നമുക്കിപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉള്ളതുപോലെ ശാങ്കര സ്മൃതി പ്രകാരമാണ് തിരുവിതാംകൂർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ശാങ്കര സ്മൃതിയിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു? ഒരു നായാടിയെ പകൽ വെളിച്ചത്ത് മനുഷ്യർ കണ്ടാൽ ആ നായാടിയെ കല്ലെറിഞ്ഞു കൊല്ലണം. നായാടി ശ്രീദേവിയുടെ മൂദേവിയുടെ പിന്മുറക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് ശ്രീനാരായണ ഗുരു വന്നിട്ട് പറയുന്നു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറയുക. അദ്ദേഹം പിന്നീട് പറയുന്നു,
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ ആധുനിക ജനാധിപത്യ മൂല്യത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. എന്താണ് കാഴ്ചപ്പാട്? ആധുനിക ജനാധിപത്യ മൂല്യസങ്കല്പമില്ല, മറിച്ച് ഫ്യൂഡൽ സങ്കല്പമാണ്, രാജവാഴ്ചയാണ്. ജന്മിത്തത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് നിലനിന്നിരുന്നത്. അവിടെ ജന്മിത്തത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് പകരം ദൈവത്തിന് നിരക്കുന്നത് ശരി, ദൈവത്തിന് നിരക്കാത്തത് തെറ്റ്. ഇതായിരുന്നു ജന്മിത്തത്തിൻ്റെ കാഴ്ചപ്പാട്. എങ്ങനെയാണ് ദൈവത്തിന് നിരക്കുന്നതാണെന്ന് പരിശോധിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള പുരോഹിതന്മാർ തീരുമാനിക്കും. ഒരു ബ്രാഹ്മണൻ ഒരാളെ കൊല്ലുന്നു എന്ന് വിചാരിക്കുക. ഒരു ബ്രാഹ്മണൻ ഒരു തെറ്റ് ചെയ്തു. എങ്ങനെയാണ് ശിക്ഷ വിധിക്കുന്നത്? ബ്രാഹ്മണൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതും. എന്നിട്ട് ഒരു ത്രാസ് എടുക്കും, വലിയ ത്രാസ്. എന്നിട്ട് ഈ വെള്ളപ്പേപ്പർ ത്രാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കും. എന്നിട്ട് ബ്രാഹ്മണനെ മറ്റേ തട്ടിൽ കയറ്റി ഇരുത്തും. ബ്രാഹ്മണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളപ്പേപ്പർ താഴ്ന്നിരിക്കും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രാഹ്മണൻ താഴ്ന്നിരിക്കും. ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഒരു ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? വിഷപ്പാമ്പിനെ അടച്ച ഒരു കുടത്തിലേക്ക് കൈയിടാൻ പറയും. ആ വിഷപ്പാമ്പ് കൊത്തി ഇദ്ദേഹം മരിച്ചാൽ ഇദ്ദേഹം തെറ്റുകാരനാണ്, കൊത്തിയില്ലെങ്കിൽ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പുരോഹിതന്മാരാണ് നിശ്ചയിക്കുന്നത് എന്ത്? തെറ്റും ശരിയും. ദൈവത്തിന് നിരക്കുന്നത് ശരി, ദൈവത്തിന് നിരക്കാത്തത് തെറ്റ്. പക്ഷെ ആധുനിക ജനാധിപത്യം വന്നു, മാനവവാദത്തിൻ്റെ ഹ്യൂമനിസത്തിൻ്റെ കാഴ്ചപ്പാട് വന്നിട്ട് പറഞ്ഞു മനുഷ്യന് നിരക്കുന്നത് ശരി, മനുഷ്യന് നിരക്കാത്തത് തെറ്റ്. മനുഷ്യന് നിരക്കുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? മനുഷ്യൻ്റെ യുക്തി കൊണ്ട് പരിശോധിക്കണം. ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഏതൊരു കാര്യത്തെയും പരിശോധിച്ച് ശരി തെറ്റ് വേർതിരിച്ചറിയണം. ഈ കാഴ്ചപ്പാട് യൂറോപ്പിലാണ് ഉദയം ചെയ്യുന്നത്. അത് കേരളത്തിൽ സമാരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിലൂടെയാണ്. അതിനുശേഷമുണ്ടായ കേരള നവോത്ഥാന പ്രസ്ഥാനം ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യസങ്കല്പങ്ങളെയാണ് ഉയർത്തിപ്പിടിച്ചത്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാർ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടുകൾ മലയാള സാഹിത്യ മണ്ഡലത്തിൽ ആവിഷ്കരിച്ച മഹാനായ എഴുത്തുകാരനാണ് കുമാരനാശാൻ. അദ്ദേഹം ജാതിക്കെതിരെ അതിശക്തമായിട്ട് പറഞ്ഞു, ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ. അപ്പോൾ ചണ്ടാലി പറയുക, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാൽ അങ്ങ് ജാതി മറന്നു വോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ബുദ്ധസന്യാസി പറയുന്നു, എന്താണ്? ചോദിച്ചില്ല ഞാൻ, ജാതി ചോദിച്ചില്ല സോദരി, ജാതി ചോദിച്ചില്ല സോദരി, ചോദിക്കുന്നു ഞാൻ നീർ നാവു വരണ്ടഹോ. ജാതി ചോദിച്ചില്ല, നിന്നോട് ഞാൻ ചോദിച്ചത് എന്താണ്? എൻ്റെ നാവ് വരണ്ടിട്ടൊരിറ്റു വെള്ളം ചോദിക്കുന്നു. ആ ചണ്ടാലിയെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? സോദരി എന്ന അഭിസംബോധന ചെയ്യുന്നു. ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു സവർണനായിട്ടുള്ള വ്യക്തി ഒരു അവർണ പെൺകുട്ടിയെ സോദരിയായിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ചിന്തിക്കുവാൻ പറ്റില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് കാവ്യരചന നടത്തുകയാണ്. അതുകൊണ്ടാണ് സാവിത്രിയും ചാത്തനും തമ്മിൽ ദുരവസ്ഥയിൽ വിവാഹം കഴിക്കുന്നത്. സാവിത്രിയും ചാത്തനും തമ്മിൽ ദുരവസ്ഥയിൽ വിവാഹം കഴിക്കുക അന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റാത്ത പുതിയൊരാശയം. ഞാൻ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇവിടെ മാഷ് പറഞ്ഞ ഒരു വിഷയം, ലീലയും നളിനിയും വീട് വിട്ടിറങ്ങുന്നു. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. പ്രണയം സാധ്യമല്ലായിരുന്നു. ജന്മിത്തത്തിൽ പ്രണയം സാധ്യമാണ്. കാരണം പരസ്പരം കാണാനുള്ള അവസരമില്ല. ബ്രാഹ്മണനിൽ നിന്ന്
പുലയർ 64 അടി മാറി നിൽക്കണം, ഈഴവർ 32 അടി മാറി നിൽക്കണം, നായർ 12 അടി മാറി നിൽക്കണം. അങ്ങനെ ഒരു സമൂഹത്തിൽ സ്ത്രീ പുരുഷ പ്രണയം അസാധ്യമാണ്. പക്ഷെ ആശാൻ എന്ത് ചെയ്യുന്നു? സ്ത്രീ പുരുഷ പ്രണയത്തെ സ്ഥാപിച്ചെടുക്കുക അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ. എന്നിട്ട് എന്താണ് പറയുന്നത്? സ്ത്രീകൾ വീട് വിട്ടിറങ്ങുന്നു. എന്തിനു വേണ്ടി? സ്ത്രീകൾ വീട് വിട്ടിറങ്ങുന്നത് അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. പ്രണയ സാക്ഷാത്കാരം. അന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടി പ്രണയത്തിനു വേണ്ടി വീട് വിട്ടിറങ്ങുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അത്രയ്ക്ക് ഉൽപ്പതിഷ്ണത്വത്തോടുകൂടി ചിന്തിച്ച് കവിത എഴുതുക, അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇന്ന് നമുക്കത് പറയുമ്പോൾ മനസ്സിലാകും. നമ്മൾക്കിഷ്ടമുള്ള ചെറുപ്പക്കാരിയെ നമ്മൾ കണ്ടെത്തി വിവാഹം കഴിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ ഇപ്പോൾ വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ 1920-കളിൽ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആശാൻ ഈ വിധത്തിൽ കാവ്യരചന നടത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം ഉദാത്തമായിട്ടുള്ള ജനാധിപത്യ മൂല്യ സങ്കല്പം ഉയർത്തിപ്പിടിച്ചു. സ്ത്രീ പുരുഷ തുല്യതയെ സംബന്ധിക്കുന്ന ശരിയായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ടാണ് ചിന്താവിഷ്ടയായ സീത ചിന്തിക്കുന്ന സ്ത്രീയെ സംബന്ധിക്കുന്ന സങ്കല്പം അവതരിപ്പിക്കുക. സ്ത്രീക്ക് ചിന്തിക്കുവാൻ അവകാശം ഉണ്ടായിരുന്നില്ല. സ്ത്രീ അടുക്കളയിലാണ്, സ്ത്രീ ഒരു ഭോഗവസ്തുവാണ്, സ്ത്രീ ഒരു കമ്മോഡിറ്റിയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ശ്രീരാമൻ ഉപേക്ഷിച്ച സീത വാൽമീകിയുടെ ആശ്രമത്തിൽ, വാൽമീകി സീതയുടെ കുട്ടികളുമായിട്ട് അയോധ്യയിൽ പോയ സന്ദർഭത്തിൽ അവളൊരു മരച്ചുവട്ടിലിരുന്ന് ചിന്തിക്കുക. എന്താണ് ചിന്തിക്കുന്നത്? ശ്രീരാമനെ കുറ്റവിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണല്ലേ? മര്യാദാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മര്യാദക്കാരനായിട്ടുള്ള ഒരു പുരുഷനാണ് ശ്രീരാമൻ എന്ന സങ്കല്പം നിലനിൽക്കുമ്പോൾ സീത ശ്രീരാമനെ വിചാരണ ചെയ്യുക. എന്നിട്ട് ശ്രീരാമനിൽ നിന്ന് മോചനം നേടിക്കൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ശ്രീരാമനിൽ നിന്ന്, ആ ഭർത്താവിൽ നിന്ന്, ഈ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന മനുഷ്യൻ, തന്നെ അകാരണമായി ഉപേക്ഷിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനിൽ നിന്ന് മോചനം നേടുന്നിടത്താണ് ആ കവിത അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ അത്രയും ഉൽപ്പതിഷ്ണത്തോളം ഉണ്ടായിരുന്ന, സ്ത്രീ പുരുഷ തുല്യതയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന, ഉയർന്ന ജനാധിപത്യ മൂല്യ സങ്കല്പം സ്വാംശീകരിച്ചിരുന്ന ഒരു കവിയായിരുന്നു. ആ കവിയെ ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മളെ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ കുമാരനാശാനിലൂടെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഈ സമൂഹത്തിൽ പുനരാവർത്തി ചർച്ചയ്ക്കെടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ വർഗീയ ശക്തികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ, അതിനെതിരായിട്ടുള്ള ഒരു പ്രതിപ്രവാഹം, ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു പ്രതിപ്രവാഹം സൃഷ്ടിച്ചെടുക്കേണ്ടത് എത്രമാത്രം അനിവാര്യതയാണ്. കാരണം സാംസ്കാരിക മൂല്യച്യുതി, നവോത്ഥാന സങ്കല്പങ്ങൾ മുഴുവൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാലത്ത് ആളുകൾ ജാതി വാൽ ഉപേക്ഷിച്ചു. ഇന്ന് പുതിയ കുട്ടികൾക്ക് ജാതി വാല് ചേർക്കുകയാണ്. മതമേലധ്യക്ഷന്മാരും ജാതി പ്രമാണികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജാതി സംഘടനകളുടെ വ്യക്തികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മതം പറയണം, നമ്മൾ ജാതി പറയണം. ശ്രീനാരായണ ഗുരു പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലേ? വി.ടി. ഭട്ടതിരിപ്പാട് പറയുകയാണ്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക, മാഷിയോട് പറഞ്ഞു എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ യോഗക്ഷേമ സഭ ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് പരിശോധിക്കണം. ആ ജനാധിപത്യ മൂല്യ സങ്കല്പങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുമാരനാശാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് വളരെ പുരോഗമനകരമാണ്. ഇന്നും ഈ കാലഘട്ടത്തിലും വളരെയേറെ പ്രസക്തമായ ആശയങ്ങളാണ് കുമാരനാശാൻ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കുമാരനാശാൻ ആ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് വന്ന കുമാരനാശാൻ അദ്ദേഹത്തിന് ഒരു കവിയായി
പരിശോഭിക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം വൈതരണികളെ, വെല്ലുവിളികളെ അദ്ദേഹത്തിന് അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ്. കൊച്ചി രാജാവ് കുമാരനാശാൻ തിളങ്ങി നിൽക്കുന്ന സമയത്ത് കൊച്ചി രാജാവ് കവികളെ വിളിച്ച് ആദരിക്കുമ്പോൾ കുമാരനാശാനെ വിളിച്ചില്ല. കുമാരനാശാൻ അല്ലാത്ത പല കവികളെയും, വളരെ നിലവാരം കുറഞ്ഞ കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ആളുകളെ വരെ വിളിച്ച് ആദരിക്കുന്ന സന്ദർഭം ഉണ്ടായി. പക്ഷെ അന്നാരും കുമാരനാശാനെ വിളിച്ചില്ല. പക്ഷേ നമുക്ക് പിന്നീടറിയാം, ഇവിടെ നളിനിയുടെ അവതാരിക AR രാജരാജവർമ്മ എന്ന് പറയുന്ന ആ നിരൂപക ശ്രേഷ്ഠൻ, അദ്ദേഹം ആ ആമുഖം എഴുതുന്നതിലൂടെ കുമാരനാശാൻ എന്ന് പറയുന്ന കവി എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കവിയാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമാകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ മലയാളം PG വിദ്യാർത്ഥികളാണ്. മാഷ് പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് എഴുതുന്നതിന് വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് മലയാള സാഹിത്യത്തെ സംബന്ധിക്കുന്ന ആഴത്തിലുള്ള ഒരു അവഗാഹം നമുക്ക് ഈ പഠനത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആഴത്തിലുള്ള അവഗാഹം. അപ്പോഴാണ് നമുക്ക് അടുത്ത തലമുറയെ അത് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. മാഷിനെ പോലെയുള്ള വ്യക്തികൾ ആലോചിച്ച് നോക്കാൻ എനിക്ക് വളരെ സന്തോഷം തോന്നും മാഷിനെ പോലെയുള്ള വ്യക്തികളെ കാണുമ്പോൾ തന്നെ. കാരണം എത്രയോ കാലമായിട്ട് ഒരു സാഹിത്യ സബര്യ ജീവിതം എന്ന് പറയുന്നത് സാഹിത്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികൾ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കാവ്യ പാരമ്പര്യത്തെ, സാഹിത്യ പാരമ്പര്യത്തെ സംബന്ധിക്കുന്ന അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇത് ആര് പകർന്നു നൽകും? അടുത്ത തലമുറയ്ക്ക് ഇത് ആര് പകർന്നു കൊടുക്കും? നിങ്ങളുടെ കൈവശമാണ്. നിങ്ങളെപ്പോലെയുള്ള മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കത് സാധ്യമല്ലെങ്കിൽ മറ്റാർക്ക് സാധ്യം? അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ മലയാള പഠനത്തെ സീരിയസ് ആയിട്ട് കണ്ടതുകൊണ്ടാണ് മലയാളം എടുത്തിരിക്കുന്നത്. പക്ഷെ കൂടുതൽ ഗൗരവത്തോടുകൂടി സിലബസിന് പുറത്തുള്ള വായനകൾ നടത്തിക്കൊണ്ട് കൂടുതൽ ആഴത്തിലുള്ള അവഗാഹം നേടുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, കുമാരനാശാൻ്റെ കൃതികൾ വായിക്കുവാനും പഠിക്കുവാനും നിങ്ങളുടെ ഇടയിൽ തന്നെ കൂടുതൽ നന്നായി ചർച്ച നടത്തുവാനായിട്ടും പരിശ്രമിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.